ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയുടെ 50ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. വെളിപ്പാട് 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. പ്രിയരെ, വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. AD 96 97 വയസ്സുള്ള യോഹന്നാനെ ഡൊമീഷ്യനായ കിരാത ചക്രവർത്തി ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാത്ത പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തുവാനിടയായി തീർന്നു. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാതിലുകളും യോഹന്നാന്റെ മുൻപിൽ അടഞ്ഞ സമയമാണ് യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തിയ അനുഭവം. രക്ഷപ്പെടുവാനോ മുൻപിലേക്ക് പോകാനോ ഒരു വാതിലും യോഹന്നാന്റെ മുൻപിൽ ഇല്ലാതിരിക്കുമ്പോൾ യോഹന്നാൻ കേട്ട ആദ്യത്തെ ശബ്ദം ഇതാണ്, ഇവിടെ കയറി വരിക. അത് വിശദീകരിക്കുന്നതിന് വേണ്ടി യോഹന്നാൻ പറയുകയാണ്, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ഭയങ്കര കാഴ്ചയും ശബ്ദവും യോഹന്നാന്റെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായി തീർന്നു. എവിടെയാണെന്നറിയാമോ? എല്ലാ വഴികളും അടഞ്ഞ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. മുൻപിലേക്ക് പോകുവാൻ ഒരു സാധ്യതയുമില്ലാതിരിക്കുമ്പോൾ യോഹന്നാൻ കണ്ടു സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത്. പ്രിയരെ, പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും പ്രശ്നങ്ങൾ കണ്ണിന്റെ മുൻപിലുണ്ടെങ്കിലും രക്ഷപ്പെടുവാൻ മുൻപിലേക്ക് പോകുവാൻ ഒരു വാതിലുമില്ല എങ്കിലും ഇന്ന പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാന് വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നിരിക്കുന്നത് യോഹന്നാൻ കാണുവാനിടയായി തീർന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാതിലും ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് അനുകൂലമായി തുറന്ന് കാണത്തില്ല. എന്നാൽ ഈ സന്ദേശം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ചില വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറന്നിരിക്കുന്നത് കാണുവാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമ്മൾ വായിക്കുമ്പോൾ കാരാഗ്രഹത്തിനകത്ത് അപ്പോസ്തലന്മാരെ പിടിച്ചിട്ടു. എല്ലാ വാതിലുകളും പൂട്ടി, എല്ലാം പ്രതിസന്ധി എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വാതിൽ തുറന്നു. നഗരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഇരുമ്പ് ഗേറ്റ സ്വതവേ തുറന്നു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആരെല്ലാം വാതിലടച്ചാലും ആരെല്ലാം വഴികളടച്ചാലും മുൻപിലേക്ക് പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് ശത്രു ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും വിശ്വസിക്കാം, ഈ പ്രഭാതത്തിൽ വലുതും സഫലവുമായ വാതിൽ തുറന്നു തരുവാൻ ദൈവം മതിയായവനാണ്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം തന്റെ ജനത്തിനു വേണ്ടി വാതിൽ തുറന്നു തരുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുൻപിലെത്തി. അവർ ശ്രദ്ധിക്കുമ്പോൾ പുറകിൽ നിന്ന് ഫറവോന്റെ കുതിരയുടെ കുളമ്പടി ശബ്ദം അവരുടെ കാതുകളിൽ വീഴുവാനിടയായി തീർന്നു. ഒരു സത്യം അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു, മുൻപിലേക്ക് പോകുവാൻ ഒരു വഴിയുമില്ല, എല്ലാം അസ്തമിച്ചിരിക്കുകയാണ്, എല്ലാം പകർന്നിരിക്കുകയാണ്, എല്ലാം നശിച്ചിരിക്കുകയാണ്.
പ്രിയരെ, തിരുവചനം വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചെങ്കടലിൽ ഒരു വഴിയെ തുറന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്മോസിൽ കിടന്ന യോഹന്നാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. ഇസ്രായേൽ ജനം എല്ലാ വഴികളും തങ്ങളുടെ മുൻപിൽ അടയപ്പെട്ടപ്പോൾ അവരുടെ മുൻപിൽ അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീർന്നു. കാരാഗൃഹത്തിനകത്ത് കിടന്ന അപ്പോസ്തലൻ ദൈവത്തിന്റെ കൃപയാൽ വാതിൽ തുറന്നത് അനുഭവിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പോടെ ഞാൻ പറയാം, നിശ്ചയമായിട്ടും ആരെല്ലാം വഴി അടച്ചാലും, ആരെല്ലാം മുൻപിലേക്ക് വിടത്തില്ല എന്ന് അവകാശവാദം പറഞ്ഞാലും, ആ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം തന്റെ ജനത്തെ ജയോത്സവമായി വഴി നടത്തുക തന്നെ ചെയ്യും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 24-25 വാക്യം വായിക്കുമ്പോൾ പ്രഭാതയാമത്തിൽ ദൈവം മിസ്രയീമ്യരെ നോക്കി എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. പ്രിയരെ, വഴി തുറക്കുന്നവൻ, നമുക്ക് നേരെ ആഞ്ഞടുത്ത് വരുന്ന ശത്രുവിനെ നോക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-11 വാക്യം വായിക്കുമ്പോൾ അവരുടെ രഥചക്രങ്ങളെ ഈ നോക്കിയ ദൈവമുണ്ടല്ലോ. ഇസ്രായേൽ ജനത്തെയും മിസ്രയീമിനെയും കണ്ട ദൈവം ഇസ്രായേൽ ജനത്തെ കയ്യെത്തിപ്പിടിക്കേണ്ടതിന്, തകർക്കേണ്ടതിന്, നശിപ്പിക്കേണ്ടതിന് അവർക്ക് നേരെ ആഞ്ഞെടുത്ത് വരുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 24-25 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ശത്രുവിന്റെ മിസ്രയീമ്യരുടെ രഥചക്രങ്ങളെ താറുമാറാക്കി, രഥചക്രങ്ങളെ തെറ്റിച്ചു, ഓട്ടം പ്രയാസമാക്കി. ശത്രു വിളിച്ചു പറയുകയാ, നാം ഇവരെ വിട്ടോടിപ്പോക, യഹോവ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന്. നിശ്ചയമായിട്ടും ഉറച്ചു നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ വഴികളും അടഞ്ഞാലും, എല്ലാ വാതിലുകളും അടഞ്ഞാലും, അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകരുത്. ആമേൻ. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ പത്രൂസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എല്ലാ വാതിലുകളും അടയപ്പെട്ട് മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ ശത്രു പ്രബലമായി നിൽക്കുമ്പോൾ ദൈവം ഒന്നാം കാവലും, 12-ാം അധ്യായം 10-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവർ ഒന്നാം കാവലും 2-ാം കാവലും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിലെത്തി, അതവർക്ക് സ്വതവേ തുറന്നു. ഇന്ന് രാവിലെ എത്ര വലിയ വാതിലുകൾ, എത്ര വലിയ കതകുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിലും തുറന്നു തരുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകരുത്. യോഹന്നാനു വേണ്ടി പത്മോസിൽ സ്വർഗത്തിന്റെ വാതിൽ ദൈവം തുറന്നെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് കാരാഗൃഹത്തിന്റെ വാതിൽ മാത്രമല്ല, നഗരത്തിലേക്ക് കാല് വയ്ക്കുന്ന ആ വലിയ ഇരുമ്പ് ഗേറ്റ് ദൂതൻ മുഖാന്തരം തുറക്കപ്പെട്ടു എങ്കിൽ, ആമേൻ, പുറപ്പാട് പുസ്തകത്തിനകത്ത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ എല്ലാ വഴികളും അടച്ച ചെങ്കടൽ കയറി കിടക്കുമ്പോൾ
അവിടെ ഒരു വാതിൽ, ഒരു വഴി ദൈവം തുറന്നെങ്കിൽ നിശ്ചയമായിട്ടും എല്ലാ വഴികളും അടഞ്ഞ് ഭാരത്തോടെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണത്തക്ക നിലയിൽ ദൈവം വിഷയങ്ങൾക്കകത്ത് ഇടപെടട്ടെ. സർവശക്തന്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും വഴികളടയപ്പെട്ട് ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.